സർ, അമേരിക്ക ഇന്ത്യയുടെ മേൽ അധിക താരിഫ് ഈടാക്കുന്നു. സാമ്പത്തിക സമ്മർദ്ദം വലിയ രീതിയിലുണ്ട്. ഈ ഘട്ടത്തിലാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത്. ഏകദേശം ലോകത്തിലെ 20ഓളം പ്രധാനപ്പെട്ട ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും ഷാങ്ഹായിൽ നടക്കാൻ പോകുന്നതെന്നുള്ള സ്വരങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മോദി പങ്കെടുക്കുന്നു. ചൈനയിലാണ്. 7 വർഷത്തിന് ശേഷമാണ് മോദി പോകുന്നത്. അതേ സമയത്ത് തന്നെ പുടിനും വരുന്നതായി വാർത്തകളുണ്ട്. ജപ്പാനോട് ഇന്ത്യ കൈകോർക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട സഹകരണം പ്രദാനം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും പ്രതിരോധത്തിനായുള്ള വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറുകളിലും ഇന്ത്യയുടെ കമ്പനികൾ ഏർപ്പെടുന്നത്. എന്താണ് സത്യത്തിൽ മോദി ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ മാസ്റ്റർ പ്ലാൻ ഇനി മോദിയുടെ? നരേന്ദ്രമോദി ഇന്ത്യൻ പൊളിറ്റിക്സിലായാലും അന്താരാഷ്ട്ര പൊളിറ്റിക്സിലായാലും വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നീങ്ങുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ ദീർഘവീക്ഷണം അദ്ദേഹം പലപ്പോഴും ഉദ്ദേശിച്ച പോലെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ലോക മനസാക്ഷിയും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മനസാക്ഷിയും എങ്ങനെയാണ് പോകുന്നതെന്ന് അദ്ദേഹം ഇപ്പോഴാണ് കൂടുതൽ പഠിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുടെ നിലപാടുകൾ, അമേരിക്കയുടെ അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും എക്കാലത്തെയും നിലപാടുകൾ ഇന്ത്യ ഒരു തേർഡ് വേൾഡ് കൺട്രിയാണ്, 3ാം ലോകരാഷ്ട്രമാണ് എന്നുള്ളതായിരുന്നു. നരേന്ദ്രമോദി അതല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കൂടുതൽ പുഷ് വന്നത്. അദ്ദേഹത്തിൻ്റെ നയം അതുതന്നെയായി തുടരുന്നതാണ് ട്രംപിന് ദേഷ്യം വരുന്നത്. നിങ്ങളെ ഇമ്മിണി വലിയ പാകിസ്ഥാനായി ഞങ്ങൾ കണ്ടോളാം എന്നതിൽ കവിഞ്ഞ് ഒരു മനസ്സ് ഇപ്പോഴും ട്രംപിന് വന്നിട്ടില്ല, അമേരിക്കയ്ക്ക് വന്നിട്ടില്ല. അത് പല കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ മുൻ ഭരണകർത്താക്കളിൽ പലർക്കും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അതിലേറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിന്നത് കുറച്ചൊക്കെ വാജ്പേയി ആണെന്ന് തോന്നുന്നു. അതായത് എന്തെങ്കിലും പ്രതിരോധം അല്ലെങ്കിൽ ഉപരോധം കൊണ്ടുവരുമ്പോഴോ മറ്റെന്തെങ്കിലും നടപടി എടുക്കുമ്പോഴോ പറ്റില്ല എന്ന് പറയാൻ തുടങ്ങിയത് വാജ്പേയിയുടെ കാലത്താണ്. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി അയൺ ഹാൻഡ് എടുത്തിരുന്നെങ്കിൽ അതിന് കാരണം നമുക്ക് റഷ്യ എന്ന് പറഞ്ഞൊരു വലിയ ശക്തി ഉണ്ടായിരുന്നു, നമ്മൾ ആ ചേരിയിലായിരുന്നു. അമേരിക്ക നമ്മുടെ ശത്രുവുമായിരുന്നു. അത് ഏകദേശം രാജീവ് ഗാന്ധിയുടെ കാലത്തും അതുപോലെ തന്നെയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ചെറുതായിട്ട് അമേരിക്കയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് തുടങ്ങിയെങ്കിലും അവിടെയും നമുക്ക് ഊഷ്മളമായൊരു സ്വീകരണമല്ല പലപ്പോഴും ലഭിച്ചിരുന്നത്. പ്രധാനമന്ത്രി നന്നായിട്ട് സ്വീകരിക്കും. ഇപ്പം മുനീറിനെ, പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പട്ടാള മേധാവി മുനീറിനെ അവിടെ കൂടെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ അവർ ഏത് രാജ്യമായിട്ടാണ് കാണുന്നത്? ഇതാണ് ഡിഫറൻസ്. ഇപ്പം ഇന്ത്യയിൽ അപ്പോൾ ആളുകൾ പറയും, രാജീവ് ഗാന്ധി അവിടെ പോയപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചത് നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു, അദ്ദേഹത്തിന് കൊട പിടിച്ചു കൊടുത്തു. അതൊന്നും ഒരു കാര്യമല്ല, ഒരു വ്യക്തിയിലല്ല, ആ രാഷ്ട്രത്തെ എങ്ങനെ കാണുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. മോദി മനസ്സിലാക്കിയ ഒരു ഡിഫറൻസ് അതാണ്. എൻ്റെ രാഷ്ട്രത്തിനെ നിങ്ങൾ ബ്രിട്ടനെ പോലെ കാണുന്നില്ല, എൻ്റെ രാഷ്ട്രത്തെ നിങ്ങൾ ഫ്രാൻസിനെ പോലെ കാണുന്നില്ല, എന്തിന് എൻ്റെ രാഷ്ട്രത്തെ നിങ്ങൾ ഇറ്റലിയെ പോലെ പോലും കാണുന്നില്ല. മനസ്സിലായില്ലേ? എൻ്റെ രാഷ്ട്രത്തെ നിങ്ങൾ പാകിസ്ഥാനെ പോലെ നിങ്ങളുടെ ഒരു സാമന്ത രാഷ്ട്രമായിട്ട് കാണുകയാണെങ്കിൽ സലാം, അതിൻ്റെ സമയം കഴിഞ്ഞു പോയി. അതാണ് മോദി പറയുന്ന. അതാണ് ട്രംപിന് കൂടുതൽ ദേഷ്യം വരുന്നത്. നിങ്ങൾ എൻ്റെ ഒരു നോബൽ പ്രൈസിന് വേണ്ടി നിൽക്കുമെന്ന് പറയുമ്പോൾ ഇത് വ്യക്തിപരമായൊരു പരിപാടി അല്ല എന്ന് ട്രംപിനെ നരേന്ദ്രമോദി ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ രാഷ്ട്രമാണ് പറയേണ്ടത്. എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോട് ഇഷ്ടമുണ്ടായിരിക്കാം, ഇഷ്ടമില്ലായിരിക്കാം, അത് നമ്മൾ തമ്മിൽ ഹൗഡി മോഡിയൊക്കെ പറയുമ്പോൾ നമുക്കതാവാം. പക്ഷേ എൻ്റെ രാഷ്ട്രവും നിങ്ങളുടെ രാഷ്ട്രവും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വരുമ്പോൾ, എൻ്റെ രാഷ്ട്രവും നിങ്ങളുടെ രാഷ്ട്രവും തമ്മിൽ സാമ്പത്തിക കരാറിന് വരുമ്പോൾ, എൻ്റെ രാഷ്ട്രവും നിങ്ങളുടെ രാഷ്ട്രവും തമ്മിൽ പ്രതിരോധ കരാറിന് വരുമ്പോൾ, അത് രണ്ട് രാഷ്ട്രങ്ങളുടെയും ഗുണത്തിന് വേണ്ടിയുള്ളതാവണം എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ലൈൻ. ഈ ലൈൻ ട്രംപിന് അംഗീകരിക്കാൻ കഴിയില്ല, ഡീപ് സ്റ്റേറ്റിനും അംഗീകരിക്കാൻ കഴിയില്ല. ഇതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഇമ്മിടി വലിയ പാകിസ്ഥാനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ. അതങ്ങനെ അല്ല. ഞങ്ങൾ 3ാം ലോകരാഷ്ട്രം, 3ാമത്തെ ലോകശക്തിയായിരിക്കുന്നു, 3ാം ലോകരാഷ്ട്രമല്ലാതായിരിക്കുന്നു. ഞങ്ങൾ 11ാമതും 12ാമതും കിടന്ന കാലം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ജർമ്മനിക്ക് തുല്യമായിട്ട് നിൽക്കുകയാണ്. നാളെ ജർമ്മനിയെ നമ്മൾ കട്ട് ചെയ്ത് ലോകത്തെ 3ാമത്തെ പവർഫുൾ എക്കണോമിക് ഫോഴ്സായി വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ലോകത്തെ ആയുധശക്തിയിൽ ഞങ്ങളിപ്പോൾ അഗ്രഗണ്യന്മാരായിരിക്കുന്നു. ഞങ്ങളെ ഒരു ഇറ്റലി ആയിട്ട് സമന്മാരെ പോലെയല്ല, ഒരു ഇറ്റലി അല്ലെങ്കിൽ ഫ്രാൻസിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ജർമ്മനിയെ പോലെയോ അല്ലെങ്കിൽ ഒരു കാനഡയെ പോലെ പോലും കാണുന്നില്ലല്ലോ. അവിടെയല്ലേ പ്രശ്നം. നമുക്ക് തരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനേക്കാൾ അല്പം കൂടിയത്, അത്രയേ ഉള്ളൂ. അത് പോരാ. ഇതാണ് മോദിയുടെ നയം.
ഇതിലാണ് ഈ പ്രശ്നം മുഴുവൻ തുടങ്ങിയത്. അല്ലാതെ വെറും ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് മാത്രമല്ല. ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ തർക്കിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ 25% ആദ്യം ചുമത്തി. പാകിസ്ഥാന് നിങ്ങൾ 19 കൊടുക്കുന്നത്, ഞങ്ങൾക്കൊരു 19 ആക്കി താന്ന് പറയുമ്പോൾ അല്ല പോട്ടെ, നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നതുകൊണ്ട് 20 ആക്കി തരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പ്രശ്നം അങ്ങ് തീർന്നേനെ. പക്ഷേ അത് തീർക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ലോങ് റണ്ണിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് നേരെ നിർത്തിയില്ലെങ്കിൽ നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത അവസരം വരും. നമുക്ക് മൂന്നാം ലോകശക്തിയായി വരാൻ പറ്റാത്ത അവസരം വരും. നമ്മൾ വലിയൊരു പവറാണ്. നമ്മൾ ലോകത്തെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ളൊരു രാഷ്ട്രമാണ്. മാൻ പവർ ഒന്നാമതാണ്. ചൈനയേക്കാൾ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ചൈനയ്ക്ക് ഏകാധിപത്യത്തിലായതുകൊണ്ട് അടിമത്തത്തോടു കൂടി അവരുടെ പവർ മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എല്ലാവർക്കും കുരയ്ക്കാം, എല്ലാവർക്കും കടിക്കാം, പിന്നെ കടി കിട്ടിക്കഴിഞ്ഞിട്ടേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറ്റിയെടുക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അതാണ് യുവാക്കളോട് പറയുന്നത്. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ഫോഴ്സായിട്ട് ലോകത്തെ ഒരു വലിയ ശക്തിയായിട്ട് വരണമെങ്കിൽ നിങ്ങളെല്ലാവരും അത്തരത്തിൽ പ്രവർത്തിക്കണം. നിങ്ങൾ ഇന്ത്യയുടെ സ്കിൽഫുള്ളായിട്ടുള്ള ഒരു യുവതലമുറയായിട്ട് വരണം. യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെയുള്ളത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു യുവതലമുറ ഇവിടെ ഉണ്ടാവണം. ആത്മനിർഭർ ഭാരതിലേക്ക് നിങ്ങൾ വരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു ട്രേഡ് എഗ്രിമെൻ്റാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചില പ്രഷർ വരും, ഇപ്പോൾ ചില നഷ്ടം വരും. ആ നഷ്ടം വകവെക്കേണ്ടെന്നാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. അതിന് അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്ന മാർഗം, ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാനൊരു എൻ്റെ കസ്റ്റമറാണ്, അപ്പോൾ ഒരു 10,000 രൂപയുടെ കച്ചവടം നമ്മൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 1000 രൂപയുടെ 10 രാഷ്ട്രങ്ങളെ കണ്ടെത്തുക. എന്നിട്ട് അങ്ങനെ ഈ 10,000 രൂപ കവർ ചെയ്യാൻ നോക്കുക. അതാണിപ്പം നരേന്ദ്രമോദി ചെയ്യുന്നത്. ഫിജിയെ പോലുള്ള ചെറിയ രാഷ്ട്രങ്ങൾ, നമ്മൾ എന്തിനാണ് ഫിജി? ചെറിയൊരു രാജ്യമല്ലേ, 10 ലക്ഷം ജനങ്ങൾ, 300ഓളം ഐലൻഡുകളുള്ള ഒരു കൊച്ചു രാജ്യം. ഈ അവിടുത്തെ ഒരു ഏകാധിപതിയായ ഭരണാധികാരിയെ ഇവിടെ വിളിച്ച് നമ്മൾ സ്വീകരിച്ച് ഇത് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. കാരണം അവർ നമ്മുടെ മാലിദ്വീപ് പോലെ അല്ലെങ്കിൽ ലക്ഷദ്വീപ് പോലുള്ള ഐലൻഡ്സാണ്. അവർക്ക് തുണി വേണം, ഡയറി ഉൽപ്പന്നങ്ങൾ വേണം, കാർഷികോൽപ്പന്നങ്ങൾ വേണം, കയറ് വേണം, ഇത് പല സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് നമ്മുടെ ഒരു മാർക്കറ്റായിട്ട്, ചെറിയ മാർക്കറ്റ് അവിടെ. ലാറ്റിൻ അമേരിക്കയിലെ 47 രാഷ്ട്രങ്ങൾ, നമ്മളിപ്പോൾ ബ്രസീലുമായിട്ടും മെക്സിക്കോയായിട്ടൊക്കെയാണ് ബന്ധം തുടങ്ങിയതെങ്കിലും പെറു ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ രാഷ്ട്രങ്ങളുമായിട്ട് വരെ നമ്മളിപ്പോൾ ബന്ധം സ്ഥാപിച്ചു തുടങ്ങി. അതിൻ്റെ ഗുണം എന്താണ്? ചെറിയ കച്ചവടം, വലിയ കച്ചവടമല്ല, ചെറിയ കച്ചവടത്തിൽ നമ്മൾ അമേരിക്കയുമായി നടത്തുന്ന ആ മാർക്കറ്റിൻ്റെ നഷ്ടം കുറേശ്ശെയായി നികത്തി വരിക. ഇതിന് പുറമെ നമ്മുടെ രാഷ്ട്രത്തിനകത്ത് നല്ല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിനാണ് GSTയിൽ കട്ടുവരുന്നത്. നമ്മൾ സ്വദേശി എന്ന് മാത്രം പറഞ്ഞാൽ സ്വദേശി ആരും ധരിക്കണമെന്നില്ല. അപ്പോൾ അതിന് ക്വാളിറ്റിയുള്ള എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ വിതരണം ചെയ്യാൻ നോക്കുക. അതിൻ്റെ വില കുറയ്ക്കാൻ നോക്കുക. ആ വില കുറയ്ക്കുമ്പോൾ GSTയിൽ ചെറിയ വ്യത്യാസം വരുത്തുക. അപ്പോൾ താൽക്കാലികമാണ്. ആ GSTയിലൊക്കെ താൽക്കാലികമായ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ മാർക്കറ്റ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് കവർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം ഒരു വലിയ മതിൽ, നിങ്ങൾ ഏകാധിപതിയെ പോലെ പെരുമാറുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പെരുമാറുകയാണെങ്കിൽ ഞങ്ങളൊരു വലിയ മതിൽ സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗുജറാത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളിപ്പോൾ ഷാങ്ഹായ് സമ്മിറ്റിന് പോവുകയാണ്, അതിന് മുമ്പ് ഇപ്പോൾ ജപ്പാനിൽ പോകുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 20ഓളം രാഷ്ട്രങ്ങൾ, 4 പ്രധാന അവരുടെ ഷാങ്ഹായ് സമ്മേളനത്തിലുള്ള രാഷ്ട്രങ്ങളും ഒരു 16ഓളം നിരീക്ഷക രാഷ്ട്രങ്ങളും കൂടെ ചേരുമ്പോൾ അവരെയെല്ലാം ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞാൽ, ഇങ്ങനെ തീരുവ എന്ന ഒരു തിട്ടൂരം ഒരു രാഷ്ട്രം മാത്രം ഇടുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ കഴിയുമ്പോൾ, അത്തരത്തിൽ ഡിസ്കഷൻ വരുമ്പോൾ, അതെല്ലാം അമേരിക്കയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഡെമോക്രാറ്റ്സ് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയെ കൈവിടരുത്. അതിന് നമ്മളൊരു PR വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ലോബിങ് അവിടെ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ്. ഇപ്പം മുനീർ അവിടെ പാകിസ്ഥാനിൽ എയർബേസ് ഉൾപ്പെടെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ അമേരിക്ക പറഞ്ഞിട്ടാണ് യുദ്ധം നിർത്തിയതെന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറയാനൊരു മിനിസ്റ്ററും കൂടെ അവിടെ നിന്ന് വന്നു. അപ്പോൾ ഇതൊക്കെ വരുന്നത് നമ്മുടെ വേറെ ഒരു അണ്ടർഗ്രൗണ്ട് വർക്കും കൂടെ നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം കാനഡ നോക്കൂ. ട്രൂഡോ നമുക്ക് എതിരെ എത്ര ഭയങ്കരമായി മത്സരിച്ചതാണ്. അപ്പോൾ ആ മന്ത്രിസഭ പോവുകയും
അവിടെ സിഖുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു പ്രസിഡന്റിനെ അവിടെ വരാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ നമ്മുടെയും കൂടെ ചെറിയ കൈയുണ്ട്. അത് അമേരിക്കയ്ക്ക് അറിയാം, ട്രൂഡോയ്ക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്, കാനഡയ്ക്കും മനസ്സിലായിട്ടുണ്ട്. കാനഡ ഇപ്പോൾ വളരെ നല്ല സമീപനത്തിലാണ് ഇന്ത്യയുമായിട്ട് പോകുന്നത്. നമ്മൾ പഴയ ഇന്ത്യ അല്ല. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ഡിപ്ലോമസി നിലനിർത്തുകയും അതിനോടൊപ്പം മറ്റ് രാഷ്ട്രങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ഒരു PR വർക്ക് കൂടെ ആ നാഷണൽ നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡെമോക്രാറ്റ്സ് പറഞ്ഞത് ഇന്ത്യ എന്ന ഒരു രാഷ്ട്രത്തെ പിണങ്ങാൻ പാടില്ല എന്ന്. നമ്മൾ പൂർണ്ണമായിട്ട് പിണങ്ങാത്തത് കൊണ്ടാണ് നമ്മൾ ചില ആയുധ കരാറിലൊക്കെ ഇപ്പോഴും ഇടപെട്ട് നിൽക്കുന്നത്. എപ്പോൾ വേണോ നമുക്കത് ബന്ധം മെച്ചപ്പെടുത്താം. പക്ഷേ ഒരു ഫോൺ വിളിച്ചിട്ട് ഹലോ മോദി ഹൗ ആർ യു, നമുക്ക് നാളെ മുതൽ ഇച്ചിരി റേറ്റ് കുറച്ചേക്കാം എന്ന് പറയുന്ന ആ ലൈൻ ഇനി നടക്കില്ല. രണ്ട് രാഷ്ട്രങ്ങളാണ്, നിങ്ങളുടേതൊരു രാഷ്ട്രം, എൻ്റേതൊരു രാഷ്ട്രം. ഞാൻ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പോകും, നിങ്ങൾ നാളെ അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോകും. പക്ഷേ നമ്മുടെ സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാകും. അതാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. വളരെ വിശാലമായൊരു കാഴ്ചപ്പാടാണ്, ചെറിയ കാഴ്ചപ്പാടല്ല. അതൊരു എന്താ ലോകോത്തര സ്റ്റേറ്റ്സ്മാൻ മാത്രം കഴിയുന്ന ഒരു കാഴ്ചപ്പാടാണ്. നാളെ ഞാൻ പോകും, നിങ്ങളും പോകും, പക്ഷേ നമ്മൾ തമ്മിൽ ഹലോ പറഞ്ഞൊരു ട്രേഡ് വേണ്ട. ഇന്ത്യയിലെ ട്രേഡ് ആൻഡ് കോമേഴ്സിൻ്റെ മിനിസ്റ്റർ, വിദേശകാര്യമന്ത്രി, അതിൻ്റെ സെക്രട്ടറി, ട്രേഡിൻ്റെ പാർട്ട്നേഴ്സ്, ഇവരുമൊക്കെ ആയിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത്, നിങ്ങളും ഡിസ്കസ് ചെയ്ത്, അവരിലൊരു പ്രതിനിധി വന്ന് ഒപ്പിട്ട് ഒരു എഗ്രിമെൻ്റാണ് ഇനി വേണ്ടത് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ ചുമ്മാ ഫോൺ വിളിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ പല കാര്യങ്ങൾക്കും ഇപ്പോഴും ഡീലിന് തയ്യാറാണ്. അതുകൊണ്ടാണ് ആയുധമൊക്കെ കുറച്ച് $100 കോടി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാമെന്ന് പറയുന്നത്.